IB ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യ, IB ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യ നമ്മളെല്ലാവരെയും വളരെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തൊരു ആത്മഹത്യയാണ്. അതിൻ്റെ കൂടുതൽ ചുരുളഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു കൊലപാതകം, വേണമെങ്കിൽ കൊലപാതകം നമുക്ക് പറയാം. കാരണം കൊലപാതകം തൊട്ട് മുമ്പ് വരെ അവളോടൊപ്പം സംസാരിച്ചത് അവളെ ചതിച്ചിട്ട് പോയ അവളുടെ കാമുകനാണ്. കാമുകൻ എന്ന് പറഞ്ഞാൽ വെറും കാമുകനല്ല, നല്ല ഡിഗ്നിഫൈഡ് ഗ്ലോറിഫൈഡ് ഉദ്യോഗസ്ഥൻ. IBയിലെ തന്നെ അവളുടെ സഹപ്രവർത്തകനായ സുകേശൻ, ഈ പറയുന്ന ഇടപ്പാളുകാരനായ സുഗാന്ത്. പക്ഷെ നാളിതുവരെയായിട്ടും സുഗാന്തിനെ പിടിക്കാൻ നമ്മുടെ പോലീസ് മേമന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും IB ഒരു ഗുണം ചെയ്തു, അവരെ സർവീസിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്തു. കാരണം IB എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നത് എന്താണ് IB. വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഏജൻസിയാണ്. ആ ഒരു ഏജൻസിയിൽ, കേന്ദ്ര ഏജൻസിയിൽ വർക്ക് ചെയ്ത ഒരുത്തൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വേണ്ട ഒരു നടപടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ വെറുതെ ചെയ്തതല്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് കൂടുതൽ പൗർണമിക്കതിനെ കുറിച്ച് പറയാനുള്ളത്? അതായത് ഇപ്പം അവനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം നമ്മളെപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കാൻ വലിയ പാടോ താമസമോ ഒന്നുമില്ല. ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഒരാളെ കോർണർ ചെയ്യാൻ അല്ലെ ഒരാളെ കുറ്റപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇവിടെയും സംഭവിച്ചത് മേഘയുടെ ആത്മഹത്യക്ക് ശേഷം അല്ലെങ്കിൽ മേഘയുടെ മരണത്തിന് ശേഷം ആദ്യം തിരിഞ്ഞത് അല്ലെങ്കിൽ എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിയത് ഈ സുഗാന്തിലേക്ക് തന്നെയായിരുന്നു. പക്ഷേ അതിവിദഗ്ധമായിട്ട് സ്വന്തം കാമുകി മരിച്ചു പോയപ്പോൾ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തപ്പോൾ എങ്ങനെയാണോ ഉണ്ടാവേണ്ടിയിരുന്നത് അതേ രീതിയിലുള്ള അഭിനയ പ്രകടനങ്ങളെല്ലാം കാഴ്ചവെച്ച് ജോലി സ്ഥലത്ത് നിന്ന് പതിയെ മുങ്ങി സ്വന്തം നാട്ടിൽ ചെന്നു, അവിടെ നിന്ന് മുങ്ങി. എന്തായാലും ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്ന ആളാണെന്നാണ്. എന്തായാലും അതൊക്കെ ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ശാരിക ഇപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അതായത് എനിക്കും ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇൻ്റലിജൻസ് ബ്യൂറോ പോലെ ഇത്രയും സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നാടിനെയോട് നമ്മുടെ രാജ്യവുമായിട്ട് ഏറ്റവും രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട ഒരു സ്ഥലത്തേക്ക്, ഒരു ബ്യൂറോയിലേക്ക് എങ്ങനെയാണ് ഇത്രേ രീതിയിലുള്ള മനോഭാവമുള്ള ആളുകളെ എങ്ങനെ ഇവിടെ അഡ്മിഷൻ കൊടുത്തു? ശരിക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ IB എന്ന ഒരു പൊസിഷനിലേക്ക്, ഒരു പദവിയിലേക്ക്, ആ ഒരു ഗ്രൂപ്പിലേക്ക് ചെന്നുപെടുമ്പോൾ ആ ആളുടെ ജനനം മുതൽ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച ശേഷമാണ് അവിടെ ഒരു എൻട്രി കൊടുക്കുന്നതെന്നാണ് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെ ഈ വീഴ്ച സംഭവിച്ചു? സ്വാഭാവികമായിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫാണ്, ബാക്കിയുള്ള കാര്യങ്ങളിൽ അയാൾ കുഴപ്പക്കാരനാവില്ല. പക്ഷെ എങ്കിൽ പോലും ഈ മേഘ മാത്രമല്ല പലരുമായിട്ടും ഇടപാടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ഇങ്ങനൊരു പരാതി വന്നു, മേഘയുടെ കുടുംബം സുഗാന്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു, കേസെടുത്തു, രജിസ്റ്റർ ചെയ്തു. എന്താ പ്രേരണാക്കുറ്റി, ഇപ്പോൾ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതിനും അപ്പുറത്തേക്കാണല്ലോ ഒരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്ന പ്രേരണാക്കുറ്റി. അപ്പം നമ്മൾ ഇതിനു മുൻപും പലതവണ പറഞ്ഞാണ് മേഘ എന്ന് പറയുന്ന, അതായത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ സ്വന്തം ജീവിതം വന്നപ്പോൾ തളർന്നുപോയി, പകച്ചുപോയി ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കാൻ കാരണമായി അല്ലെങ്കിൽ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവും, തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോഴാണല്ലോ ഏതൊരു മനുഷ്യനും ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നത്. അതുപോലെ താൻ ഇനി ജീവിച്ചിരുന്നാൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും കഠിനമായ, ഏറ്റവും വേദനാജനകമായ ഒരു വഴി ആ കുട്ടി തിരഞ്ഞെടുക്കുകയും മരണപ്പെടുകയും ചെയ്തു. പക്ഷേ എങ്കിലും അതിന് കാരണക്കാരനാവാൻ, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കാരണക്കാരനാണോ അല്ലയോ എങ്കിലും 1% കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ ആ ആളെ പിടിക്കാൻ ഇത്രയും ഏകദേശം 1 മാസത്തോളം ആയിട്ടുണ്ട്. 1 മാസത്തോളം 30 ദിവസം കഴിഞ്ഞിരിക്കുന്നു സുഗാന്ത് ഒളിവിൽ പോയിട്ട്. സുഗാന്ത് മാത്രമല്ല, സുഗാന്തിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒളിവിൽ പോയിരിക്കുകയാണ്. നമ്മുടെ കേരള പോലീസോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിൽ വർക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ അവരുടെ പോലീസ് സേനകളും അന്വേഷിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് അവനെ പിടിക്കാൻ സാധിക്കാത്തത്. ഇനി സ്വാധീനം കൊണ്ടാണോ അതോ ആരുടെയെങ്കിലും ഒക്കെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തിനും ഏതിനും ആൾക്കാരെ, ഈ പറയപ്പെടുന്ന പുറത്തുള്ള കള്ളന്മാരെ വരെയും ചേസ് ചെയ്ത് പിടിക്കുന്ന കഴിവുള്ള സൈബർ ടീമും അതോടൊപ്പമുള്ള പോലീസുകാരുള്ള ഒരു നാടാണ് നമ്മുടേത്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ഇവർ പതറിപ്പോയത്? എന്തുകൊണ്ടാണ് ഇവൻ എന്തായാലും നാട് വിട്ടു പോയിട്ടില്ല? കാരണം എയർപോർട്ടുകളിലൊക്കെ ഇവൻ്റെ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടാവാം. എന്തായാലും IB പുറത്താക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം അച്ഛൻ, ഈ പറയപ്പെടുന്ന IB ഉദ്യോഗസ്ഥൻ, മരണപ്പെട്ട IB ഉദ്യോഗസ്ഥരുടെ അച്ഛൻ, അദ്ദേഹം രണ്ടും കൽപ്പിച്ച് ഇറങ്ങി പുറപ്പെടുക. കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഒരു മകളായിരുന്നു. അവളുടെ ബാഗിൽ നിന്ന് കിട്ടിയ ഈ പറയപ്പെടുന്ന മെഡിക്കൽ റെസിപ്റ്റുകളും കാര്യങ്ങളും ഇവനുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ, അതായത് ലൈംഗികമായിട്ട് ഇവൻ ചൂഷണം ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ, സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതിൻ്റെ തെളിവുകളൊക്കെ അച്ഛൻ കണ്ടെത്തുകയുണ്ടായി. പോലീസ് ചെയ്യേണ്ട പണിയാണ് തന്തപ്പടി ചെയ്തതെന്ന് ഓർക്കുക. അദ്ദേഹം അത് കണ്ടെത്തി. കാരണം അദ്ദേഹത്തിന് മാത്രമാണ് നഷ്ടം. നമ്മൾ കുറച്ച് നാളിപ്പോൾ നമ്മൾക്കാണെങ്കിലും വാർത്തകൾ ചെയ്യുന്നു, നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ഈ പോലീസുകാർ കുറേ കാലം അന്വേഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് യാതൊരു തരത്തിലുള്ള അനക്കവും ഇല്ലാതിരുന്നപ്പോഴാണ് സുഗാന്ത് എവിടെയെന്ന് ചോദിച്ചു പിന്നെയും മാധ്യമപ്രവർത്തകരാണ് പിന്നെയും വരുന്നത് കേട്ടോ, പോലീസുകാരല്ല.
അതിനുശേഷം ഇപ്പോൾ IBയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്, അവനെ സർവീസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഒരു പക്ഷേ IBക്ക് അവിടെ ഒരു പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടാവാം. ഇവന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ് ചെയ്തപ്പോൾ ഇവൻ വിദഗ്ധമായി അഭിനയിച്ചിട്ടുണ്ടാകും. കാരണം ഇവൻ ഒരു വിമനൈസർ ആണെന്ന് തന്നെയാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. കാരണം ഇവൻ ഒരാളല്ല, പല പെണ്ണുങ്ങളുമായിട്ട് ഇവന് ബന്ധങ്ങളുണ്ട്. അതുകൂടാതെ ഈ കുട്ടി അബോർഷൻ നടത്തിയതിന് തെളിവുകളുണ്ട്, ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയാനായിട്ട്, ഈ പറഞ്ഞ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തതിന് തെളിവുകളുണ്ട്, സാമ്പത്തിക ചൂഷണം ചെയ്യുന്നതിനൊക്കെ തെളിവുകളുമായിട്ടാണ് അച്ഛൻ പോലീസുകാരെ പിന്നെ സമീപിച്ചത്. അതിനുശേഷമാണ് IB നടപടിയിലേക്ക് കടക്കുന്നത്. ചുമ്മാ ഒരു ആരോപണത്തിന്റെ പേരിൽ മാത്രമല്ല, ഇവൻ ശരിക്കും ആ കുട്ടി IB ഉദ്യോഗസ്ഥയായിരുന്ന അവരുടെ തന്നെ സ്റ്റാഫായിട്ടിരുന്ന ഈ കുട്ടിയെ ശരിക്കും ദുരുപയോഗം ചെയ്തു. ആ ഒരു വിഷമത്തിലാണ്, ആ ചീറ്റ് ചെയ്യപ്പെട്ടു, സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന ബോധ്യത്തിൽ തന്നെയാണ് സ്വയം അപമാനിതയായി. കാരണം എത്രയോ നല്ലതായി വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടി ആ സ്വയം അപമാന ഭാരത്താലാവാം ഒരു പക്ഷേ അവൾ മരണപ്പെട്ടിട്ടുണ്ടാവുക. തൊട്ടു മുമ്പ് സംസാരിച്ചിരുന്നതും, അത് റെയിൽവേ ട്രാക്കിൽ നമ്മുടെ ലോക്കോ പൈലറ്റ് സാക്ഷ്യം നൽകിയിരിക്കുന്നത് വേറൊന്നുമല്ല, അദ്ദേഹം മൊഴി നൽകിയിരിക്കുന്നത് ട്രെയിൻ വരുന്ന സമയത്ത് ഇതിൽ പാളത്തെ കൂടെ നടക്കുകയും ഹോണ് പലവട്ടം അടിച്ചിട്ടും ട്രെയിൻ അടുത്തെത്താറായപ്പോൾ ഇവൾ നേരെ കയറി പാളത്തിന് കുറുകെ കിടന്ന് ചിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. ഫോണുമായിട്ടാണ് നേരെ കയറി കിടന്നത്. സോ അതിന് തൊട്ടു മുമ്പ് സംസാരിച്ചത് സുഗാന്തുമായിട്ടാണെന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വാലിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടായിട്ടും പോലീസ് എന്താണ് നോക്കുകുത്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണോ? എന്തുകൊണ്ടാണ് ഇവരെ പിടിക്കുക? ഇവന് അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വല്ല എന്താണ് സ്പൈ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഒരുത്തനാണോ? ഇത്രയും കെങ്കേമനാണോ ഇവൻ? എന്തായാലും 2 ദിവസങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട്. സോ അതിനു മുമ്പ് ഇപ്പൊ 2 ദിവസങ്ങൾക്ക് 2-3 ദിവസങ്ങൾക്ക് മുൻപായിട്ട് പോലീസ് അവന്റെ വീട് കുത്തി തുറന്ന് അവന്റെ എന്തോ ഹാർഡ് ഡിസ്കോ കാര്യങ്ങളോ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന വളർത്തുമൃഗങ്ങളെയൊക്കെ പഞ്ചായത്ത് തന്നെ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് 30 ദിവസം താമസിച്ചു ഈ ഹാർഡ് ഡിസ്കും ഇവന്റെ വീടും പരിശോധിക്കാനായിട്ട്? അവർ പോയിട്ട് ഇപ്പോൾ 30 ദിവസമായി. പിറ്റേ ദിവസം തന്നെ വീട് തുറക്കാം. ഇത്രയും പ്രമാദമായൊരു കേസ് വേണ്ട. പ്രതി ചേർത്തപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതി ചേർക്കുകയുണ്ടായി. പ്രതി ചേർത്തപ്പോഴെങ്കിലും പോലീസ് ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇതിൽ ഇവനെ സഹായിക്കാനായിട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ IB വിങ്ങിൽ തന്നെ ആൾക്കാരുണ്ടോ? ഇതൊക്കെ അഴിമതിയാണോ എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മേഘയെ സംബന്ധിച്ചിടത്തോളം മേഘ റിച്ച് ആണ്, അഫ്ലുവൻ്റ് ആണ്, ഒക്കെ ആണെന്ന് പറഞ്ഞാലും ആ കുട്ടി ഒരു സാധാരണ ഫാമിലി എന്നുള്ളതാണ്. സോ വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. പക്ഷേ ഇവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അതൊന്നും പുറത്തു വിട്ടിട്ടില്ല. ശരിക്കും ഒരു ദുരൂഹത തോന്നുന്നില്ലേ പൗർണമി? തീർച്ചയായും. കാരണം ഒരു മാസമായിട്ട് നമ്മൾ തന്നെ എപ്പോഴും പറയുന്നതാണ് ശരിക, നമ്മുടെ കേരള പോലീസിന്റെ ഒരു മികവിനെ പറ്റി, കഴിവിനെ പറ്റി, പല കാര്യങ്ങളിലും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇപ്പം ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഹരി കടത്ത് നടത്തുന്നവരെ, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് പോലീസ് പിടിക്കാൻ ചെല്ലുമ്പോൾ ഓടി രക്ഷപ്പെട്ടവരെ, ഡൽഹി വരെ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നവരെ, അങ്ങനെ നമുക്ക് മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ കേരള പോലീസ് തന്നെ ഈ പറയുന്ന പ്രതികളെ എല്ലാം പിടിച്ച് അല്ലെങ്കിൽ ജയിലിലാക്കിയ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇത്രയും ക്രൂരമായിട്ട് ഒരു പെൺകുട്ടിയുടെ മരണത്തിന് കാരണമാക്കിയ ഒരു വ്യക്തിയെ പ്രതി ചേർക്കപ്പെട്ടിട്ടും അല്ലെങ്കിൽ പ്രതിയായി ചേർത്തിട്ടും ഇത്രയും നാളായിട്ട് കണ്ടു കിട്ടുന്നില്ല. അല്ലെങ്കിൽ അതായത് മാതാപിതാക്കളുമായിട്ട് ഒരുമിച്ചാണ് കാണാതായിരിക്കുന്നത്. ഇവൻ ഒരാൾ മാത്രമല്ല. അപ്പോൾ തീർച്ചയായിട്ടും അന്വേഷണം നടക്കുന്നുണ്ടാവും. ബന്ധുമിത്രാദികളുടെ വീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും അല്ലെങ്കിൽ ഇവർ പോകാനിടയുള്ള സ്ഥലങ്ങളിലും എല്ലാം അന്വേഷണം നടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, IB ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ex-IB ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഇന്റലിജൻസ് എല്ലാം തലയിൽ കാണും. അപ്പം അതുമായി ബന്ധപ്പെട്ട് പോലീസുകാർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഇത്രയും കാലം വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു ഒഫീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ എൻക്വയറി ഏത് വിധേനയാണ് മൂവ് ഓൺ ചെയ്യാൻ പോകുന്നത് കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ് ഈ സുഗാന്ത്. അതുകൊണ്ട് തന്നെ ആ പഴുതുകൾ എങ്ങനെ അടയ്ക്കാം എന്നുള്ളതും ഇവർക്കിടയിൽ തന്നെ പലതവണ ചർച്ചയായിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്കുള്ള പഴുതുകൾ അടയ്ക്കാനുള്ള എല്ലാ കഴിവുകളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വഴികളും സ്വയം അറിഞ്ഞിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു ബന്ധവുമില്ലാതെ അല്ലെങ്കിൽ ആർക്കും പിടികൊടുക്കാത്ത ഒരു രീതിയിലേക്ക് ഇവരിങ്ങനെ മുങ്ങിയത്. അങ്ങനെ ഒരു മുങ്ങലായതുകൊണ്ട് തന്നെയും പോലീസിന് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരെയും കുറ്റം പറയാൻ പറ്റില്ല. അവരെ എന്തൊക്കെ അന്വേഷിക്കുക, എങ്ങനെയൊക്കെ പോകുന്ന പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഒരു മാസമായിട്ടും ഈ ഒരു കേസിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വിവരം ശേഖരിക്കണമെങ്കിൽ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള റീസൺ യഥാർത്ഥത്തിൽ എന്താണ്? ഇപ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം. ഈ പറയുന്ന പോലെ വിവാഹ വാഗ്ദാനം നൽകി ആ കുട്ടി ഈ സുഗാന്തനെ വിശ്വസിച്ചു, അവസാനം ചീറ്റ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ മനോവിഷമം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കും. പക്ഷെ എങ്കിലും എക്സാക്ട്ലി എന്തിനാണ് മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഇത്തരത്തിലൊരു ക്രൂരത കാണിച്ചതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സുഗാന്തിനെ നമ്മൾ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞേ പറ്റുള്ളൂ. അത് ചോദിച്ചാൽ മാത്രം പോരാ, ഈ പറയുന്ന സുഗാന്താണ് ഇതിന് പിന്നിലെ പ്രധാന കണ്ണി, മറ്റൊരു കാരണമില്ല, സുഗാന്ത് മാത്രമാണ് കാരണമെങ്കിൽ അവന് അർഹിക്കുന്ന തക്കതായ ശിക്ഷയും കൊടുക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇതൊരു മാതൃകയാവട്ടെ. കാരണം നമ്മൾ ഇത്രയും അധികം ഒരു സൗന്ദര്യവും നല്ല ഇന്റലിജൻസും ഒക്കെ ഉള്ളൊരു കുട്ടി ദാരുണമായ രീതിയിൽ സ്വന്തം മരണം മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ കയറി മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരം, മരണം ഒരിക്കലും സുഖകരമല്ല. പക്ഷേ എന്നിരുന്നാലും അവള് വേറെ എന്തെല്ലാം രീതികളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ക്രൂരമായ രീതിയിൽ അവളുടെ ശരീരത്തെ അവള് മരണത്തിന് വിട്ടുകൊടുത്തു.
അതായത് അവൻ ഉപയോഗിച്ച ശരീരം അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്ത ശരീരം എനിക്ക് വേണ്ട എന്നൊരു ഒരു നിലപാടതിനകത്തുണ്ടെന്ന് നമുക്ക് തോന്നാം. കാരണം ആർക്കും അറിയാം ട്രെയിൻ കയറി മരിച്ചു കഴിഞ്ഞാൽ തവിട് പൊടിയായി പോകും, ഒന്നും കിട്ടാനില്ല. പിന്നെ ആ ഒരു പരുവത്തിന് ആ കുഞ്ഞ് ആ ഒരു കുട്ടി ശരീരത്തെ അങ്ങനെ ആക്കണമെങ്കിൽ അത്രത്തോളം അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവണം. തൊട്ട് മുമ്പത്തെ കോളിലും അവനായിരുന്നു. എന്നിട്ട് പോലും ഒരു കൂസലും ഇല്ലാതെ കരച്ചിൽ നാടകം അഭിനയിച്ചുകൊണ്ടാണ് അവൻ ഈ വാർത്തയെ കേട്ടത്. എന്നിട്ട് സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് പൊതിഞ്ഞു കെട്ടിയാണ് അവനെ വീട്ടിൽ കൊണ്ടാക്കിയത്. അന്ന് മുങ്ങിയതാ അവൻ, പിന്നെ ഇതുവരെ പൊങ്ങിയിട്ടില്ല. സത്യത്തിൽ ലജ്ജ തോന്നുകയാണ് നമ്മുടെ പോലീസിനെ ഓർത്ത്. ഇത്രയും രൂക്ഷമായിട്ടൊരു പ്രവൃത്തി ചെയ്തിട്ടും ഇത്രയുമൊക്കെ ഈ IB എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ ഊരും പേരും വീടും പൗർണമി പറഞ്ഞ പോലെ അവൻ്റെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്തും അവൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ വരെ അന്വേഷിച്ച് അരിച്ചു പറക്കി അത്രയും ഫിൽട്ടർ ചെയ്തിട്ടാണ് ഒരു എംപ്ലോയി അവർ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ടെസ്റ്റ് എഴുതി മാത്രം പാസ്സായാൽ പോരാ, മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വഴി നമുക്കെതിരെ നമുക്ക് അന്വേഷണം. മാത്രമല്ല അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഈ പറയുന്ന മേഘയുടെ IB ഉദ്യോഗസ്ഥയുടെ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഓഫീസിൽ ഒരു കാര്യങ്ങളും വീട്ടിൽ സംസാരിക്കുകയൊന്നുമില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കേന്ദ്ര ഏജൻസി, നോട്ട് എ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ പറഞ്ഞാൽ ചെറുതായി പോകും. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഉദ്യോഗസ്ഥനെ, ഇത്രയും ക്രൂക്കഡായ ഇത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, ഇത്രയും ഒഫൻസ് ചെയ്തൊരു ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ എന്തുകൊണ്ടായിരിക്കാം മടിക്കുന്നത്? ഇതൊരു പോലീസിന്റെ അലംഭാവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കഴിവില്ലായ്മ നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഓൾ ഇന്ത്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വെരി എഫിഷ്യന്റ്, ഈക്വലൻ ടു സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ നമ്മളെടുത്ത് നോക്കിയാലും എല്ലാ കേസിലും പോലീസ് എഫിഷ്യന്റ് ആണ്, സൈബർ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യന്റ് ആണ്. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഫിഷ്യൻസി നൽകുന്ന ഒരു പോലീസ് വിങ്ങുള്ള നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് സുഗാന്തിനെ പിടിക്കുന്നില്ല? അപ്പോൾ അതിന് പിന്നിൽ എന്തോ ദുരൂഹതയോ എന്തോ കള്ളക്കളിയോ നടക്കുന്നുണ്ട്. ഇതൊരിക്കലും ശുഭകരമായ ഒരു കാര്യമല്ല. ഇതിൽ തീർച്ചയായിട്ടും ഉന്നതങ്ങളുടെ കൈകടത്തലുണ്ടെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു.